അപ്പൊ വിഭൂതി രുദ്രാക്ഷധാരണ മഹിമ അത്തരത്തിൽ ഒരുപാട് ആ ഭസ്മരുദ്രാക്ഷ മഹാത്മ്യത്തെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഇവിടെ ഈ സുബ്രഹ്മണ്യ സ്വാമി അഗസ്ത്യ മഹർഷിക്ക് പഞ്ചാക്ഷര മന്ത്രത്തിന്റെ മഹാത്മ്യത്തെ പറയുകയാണ്. ശിവ അംശമായിട്ടുള്ള, ശിവ അവതാരം എന്ന് തന്നെ പറയാം, അതിൽ പ്രധാനിയാണ് ദുർവാസാവ് മഹർഷി. ശിവാംശമായിട്ട് വന്നിട്ടുള്ള അവതാരങ്ങളിൽ പ്രധാനികളാണ് ഹനുമാൻ, ദ്രോണപുത്രനായിട്ടുള്ള അശ്വത്ഥാമാവ്, ഇവരൊക്കെ അതിൽ പെടുന്നതാണ്. അപ്പൊ അതേപോലെ തന്നെ ദുർവാസസ്സും അത്രി മഹർഷിയുടെയും അനസൂയ ദേവിയുടെയും പുത്രനായിട്ട് വന്ന ദുർവാസാവ് ശിവാംശമാണ്. അദ്ദേഹം ഉപദേശിച്ചതായിട്ടുള്ള പഞ്ചാക്ഷര മഹാത്മ്യം, പഞ്ചാക്ഷര മന്ത്രം, പഞ്ചാക്ഷരം മന്ത്രമാണ് നമഃശിവായ. പ്രണവത്തിന്റെ ഒരു പ്രണവം എന്നത് സൂക്ഷ്മ രൂപത്തിൽ ആണ് എങ്കിൽ അതിന്റെ സ്ഥൂല അവസ്ഥയാണ് പഞ്ചാക്ഷരം എന്ന് പറയും. അതുകൊണ്ടാണ് പഞ്ചാക്ഷരത്തെ പ്രണവം ചേർത്ത് തന്നെ ജപിച്ചില്ല എങ്കിൽ കൂടി അത് മന്ത്രം ആയി മാറണത്, മന്ത്രമാണ് എന്ന് പറയാൻ കാരണം. വളരെ വിചിത്രമായൊരു കഥ ദുർവാസാവ് മഹർഷി പറയും. കാശി രാജാവ്, അദ്ദേഹത്തിന്റെ പുത്രി കലാവതി, ഒരിക്കൽ ഈ കാശിരാജപുത്രിയായിട്ടുള്ള കലാവതിക്ക് ദുർവാസാവ് മഹർഷി പഞ്ചാക്ഷരത്തെ ഉപദേശിച്ചു എന്നാണ്.